കരുനാപ്പള്ളിയിലെ ജിം സന്തോഷിന്റെ കൊലപാതകത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ജിം സന്തോഷിന്റെ വീട്ടില് രാത്രി 2:30 മണിക്ക് ചെന്ന് ബോംബെറിഞ്ഞ് അവിടെ ഭീതി ഉണ്ടാക്കി. അതിനുശേഷം പ്രതികൾ വാതിൽ തൂമ്പ കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. ആ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ അമ്മയുടെ മുറിയിലാണ് അവർ കയറിയത്. അമ്മ ഓമന ഇവരുടെ കാല് പിടിച്ചു മകനെ കൊല്ലലെന്നു. അതിന് തൊട്ട് അടുത്ത മുറിയിലെ വാതിൽ ഇവർ വെട്ടിപ്പൊളിച്ച് ജിം സന്തോഷിനെ കൊലപ്പെടുത്തുകയായിരുന്നു. ചുറ്റിയേക്ക് അടിക്കുകയും കമ്പി അതുപോലെ പാര എന്നിവ ഉപയോഗിച്ചിട്ടാണ് കൊലപ്പെടുത്തിയത്. അതിക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. ഇത് നടത്തിയ ഗ്യാങ് വാടക ഗുണ്ടകളാണെന്ന് പറയുന്നു. ജിം സന്തോഷിനെ കൊല്ലാനായിട്ട് പങ്കജ് എന്ന ഒരാൾ വാടകയ്ക്ക് കൊണ്ടുവന്ന കൊലയാളികളാണ് ഇവർ. പങ്കജിനെ നേരത്തെ ജിം സന്തോഷ് വെട്ടി പരിക്കേൽപ്പിച്ചൊരു സംഭവമുണ്ട്. അതിനൊരു കേസുണ്ട്. പങ്കജിൻ്റെ വാദിയായിട്ടുള്ള കേസിന് ഇയാളെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ഇയാൾ ജയിലിൽ കിടന്നു. റിമാൻഡിൽ 10-18 ദിവസം കിടന്നു. അതിനുശേഷമാണ് ജിം സന്തോഷിന് ജാമ്യം ലഭിച്ചത്. ജിം സന്തോഷ് ഗുണ്ടയാണ്, നല്ല ആരോഗ്യമുള്ള ആളാണ്, ഭീകരനാണ്. അയാളെ കണ്ടാൽ പേടിച്ചു പോകും. ആ രീതിയിലാണ് അയാളുടെ മൂവ്മെൻറ്റ്. അതുകൊണ്ട് ഇയാളെ വെട്ടിക്കൊന്നത് എതിർചേരിയിലുള്ള ഗുണ്ടകൾ തന്നെ. പക്ഷേ അവർ കൊട്ടേഷൻ കൊടുത്തിട്ടാണ് പുതിയ ഗുണ്ടകളെ കൊണ്ടുവന്ന് ഇയാളെ വീടാക്രമിച്ച് കൊലപ്പെടുത്തിയത്. കാരണം സൂക്ഷിച്ചില്ലെങ്കിൽ തിരിച്ചക്രമം ഉണ്ടാവുമെന്ന് അവർക്കറിയാം. ജിം സന്തോഷ് അത്ര ആരോഗ്യവാനും അത്ര മനസ്സുള്ള ആളാണ്. അയാളുടെ രൂപം നമുക്ക് കാണാം, പത്രങ്ങളിലൊക്കെ വന്നു. കൊട്ടേഷൻ കൊടുത്തത് പങ്കജ് എന്ന ഇയാൾ നേരത്തെ ഉപദ്രവിച്ച ആൾ തന്നെയാണെന്ന് പറഞ്ഞു. ഓച്ചിറയിലെ മേമന സ്വദേശി മനു എന്ന് വിളിക്കുന്ന കുക്കുവിൻ്റെ വീട്ടിൽ ഈ കൊലപാതകത്തിന് മുമ്പ് ഒരു റിഹേഴ്സൽ നടന്നെന്നാണ് പറയുന്നത്. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച അവർ വന്ന കാറും അവിടെ കിടപ്പുണ്ട്. കുക്കുവിൻ്റെ വീടിൻ്റെ പരിസരത്ത് ഇതിൻ്റെ റിഹേഴ്സൽ നടത്തി. എങ്ങനെയാണ് അയാളെ കൊല്ലേണ്ടത്, അയാൾ ആക്രമിച്ചാൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ അവിടെ പരിശീലിപ്പിച്ചത്. അതിനുശേഷമാണ് ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയത്. എന്തായാലും ഓച്ചിറയിൽ വെച്ചുള്ള ആ പരിശീലനത്തിൻ്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. മനുവിൻ്റെ വീടിൻ്റെ മുറ്റത്ത്, മനു എന്ന് വിളിക്കുന്ന കുക്കുവിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇവർ ഉപയോഗിച്ച ആ കാറും കിടപ്പുണ്ട്. ഏതായാലും കൊട്ടേഷൻ ഏറ്റെടുത്ത അതുല്, ഹരി, പ്യാരി, രാജപ്പൻ എന്ന 4 പേരും കൊട്ടേഷൻ നൽകിയത് പങ്കജിനെയും ഇനി ലഭിക്കാനുണ്ട്. അങ്ങനെ 5 പേര് ഇപ്പോൾ ഒളിവിലാണ്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ മാത്രമേ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കേസുമായിട്ട് ജിം സന്തോഷിനെ കൊന്ന ശേഷം അരമണിക്കൂറിനകം അവർ വവ്വാക്കാവിലെത്തി. അവിടെ അവരെ ജിം സന്തോഷിൻ്റെ സുഹൃത്തിനെ വീട്ടിൽ കയറി വെട്ടി. അയാൾ മരണപ്പെട്ടില്ല. അയാൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ, വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. 2 ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പകയാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് പോലീസിന് കിട്ടിയ വിവരങ്ങൾ. കാരണം ജിം സന്തോഷ് ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ നേതാവാണ്. അയാളുടെ സഹായിയാണ് ഓച്ചിറക്കാരൻ. അതിന് എതിർ ഗ്രൂപ്പിലുള്ളത് പങ്കജാണ്. ആ പങ്കജ് ആണ് വാടകയ്ക്ക് ആൾക്കാരെ കൊണ്ടുവന്നത്. ഓച്ചിറ മേമനെ സ്വദേശി മനു എന്ന കുക്കുവിൻ്റെ വീട്ടിൽ അത് പരിശീലനം നടത്തുകയും ചെയ്തു. അതിന് അയാളെ പോലീസ് ഇപ്പം കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആകെ ഒരാളെ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഈ സംഭവത്തിന് കാരണം കുറേ നാളുകളായിട്ട് ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിപ്പോര് തന്നെയായിരുന്നു. പക്ഷേ ഈ വീട്ടിൽ വന്ന് കയറി ജിം സന്തോഷിനെ 2-3 പേര് എതിർക്കാൻ അല്ലെങ്കിൽ അയാളെ കൊല്ലാൻ ശ്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയം കൊണ്ട് ഇവർ 4 പേര് വന്ന് അവിടെ ഭീതിപ്പെടുത്തത്തക്ക രീതിയിൽ ബോംബ് എറിഞ്ഞിട്ട് ശേഷം ആണ് ആ വീടിനുള്ളിൽ കയറിയത്. അമ്മ കാല് പിടിച്ച് പറഞ്ഞെങ്കിലും അതൊന്നും വകവെച്ചില്ല. അവരുടെ ഉദ്ദേശകാര്യം സാധിക്കാൻ വേണ്ടി തന്നെ മകനെ കൊല്ലുകയായിരുന്നു. ചുറ്റിയേക്ക് അടിച്ചു അയാളുടെ കാലുകൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി. അതുപോലെ തന്നെ കമ്പിപ്പാരയും അതുപോലെ വാളും കൊണ്ട് ശരീരം മുഴുവൻ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അപ്പം അക്രമികൾ അവിടെ വന്ന് കയറുമ്പം അമ്മ തടസ്സം നിന്നപ്പം പോലീസിനെ വേണമെങ്കിൽ വിളിച്ചോളൂ, പോലീസ് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ ഉടൻ പോലീസിനെ വിളിച്ചു വരുത്തിക്കോളൂ, ഞങ്ങൾ ചെയ്യാനുള്ളത് പോലീസ് വന്നാൽ ചെയ്തിട്ട് പോകും എന്നൊരു ഭീഷണി കൂടെ ഇവിടെ മുറുക്കി.
കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലാണ് ജിം സന്തോഷിനെ ആദ്യം കൊണ്ടുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ ഈ സംഭവത്തിന് ശേഷം ജിം സന്തോഷ് വിളിച്ചു വരുത്തി താനിങ്ങനെ അപകടത്തിൽ കിടക്കുകയാണ്, രക്തമൊലിപ്പിച്ച് കിടക്കുകയാണ്. അയാളുടെ കാല് മാത്രമല്ല, തോളിനൊരു വെട്ടുണ്ടായിരുന്നു. തോള് വെട്ടി ആ കൈ എടുക്കാനായിട്ടായിരുന്നു. അതുപോലെ തന്നെ മാരകമായ വെട്ടും പരിക്കും ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്തു. വലിയ ചുറ്റികയാണ് ഇവിടെ ഉപയോഗിച്ചതെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. കാല് ചുറ്റി കൊണ്ട് അടിച്ച് ചപ്പിക്കളഞ്ഞു. കാർ വാടകയ്ക്ക് കൊടുത്ത ആളും എന്തായാലും പ്രതിയാവും. ഏതായാലും ഈ സംഭവത്തിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇതിനൊരു റിഹേഴ്സൽ നടന്നെന്നുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയത്. എന്തായാലും വളരെ ക്രൂരമായ കൊലപാതകങ്ങളാണ്. അതിൻ്റെ ഒരേ സമയം 2 സ്ഥലത്ത് ഇവർ കൊലപാതകം, ഒരിടത്ത് ഒരാളെ കൊന്നിട്ട് മറ്റൊരാളെ കൊല്ലാനായിട്ട് ശ്രമിച്ചെങ്കിലും അയാൾ ആശുപത്രിയിലായതുകൊണ്ട് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. എങ്കിലും ഒരേ സമയം അരമണിക്കൂർ വ്യത്യാസത്തിലാണ് ഈ ഗുണ്ടകൾ അക്രമം. പോലീസിനെ ഒന്നും യാതൊരു ഭയവുമില്ല ഇക്കാര്യത്തിൽ എന്നൊരു യാതൊരു സംശയമില്ല. പോലീസിനെ വേണേൽ വിളിച്ചോളൂ, പോലീസ് വന്നാലും ഞങ്ങൾ കൊലപ്പെടുത്തും എന്ന് തന്നെയാണ് ആ പ്രതികൾ ആ ഓമനയോട് വിളിച്ചു പറഞ്ഞത് തന്നെ. എന്തായാലും കരുനാഗപ്പള്ളി പോലെയുള്ള ഈ സ്ഥലത്ത്, ഇത്രയും തിരക്കുള്ള സ്ഥലത്ത്, രാത്രിയും പകലും ഒരുപോലെ തിരക്കുള്ള ധാരാളം ഫാസ്റ്റ് ഫുഡ് നടത്തുന്ന കടകളും അങ്ങനെ കച്ചവട സ്ഥാപനങ്ങളുള്ള ആ സ്ഥലത്ത് എന്തായാലും പോലീസിൻ്റെ ജാഗ്രത കൂടുതൽ വേണം. രാത്രിയിലും അവിടെ ഒരു ഓഫീസറുടെ നിലവാരത്തിലുള്ള ഒരു സംഘം അവിടെ രാത്രിയിലും വേണം. കാരണം ഇതിൻ്റെ ബാക്കി പത്രം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഗുണ്ടകൾ അടങ്ങിയിരിക്കില്ല, അവർക്ക് പോലീസിനെ ഭയമില്ല എന്നാണ്. കരുനാഗപ്പള്ളി ചർച്ചയിൽ മുക്കിലായി ആണ് ആദ്യത്തെ സംഭവം നടന്നത്. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓച്ചിറയിൽ പോയി ഇയാളുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ കയറി ഇതുപോലെ രീതിയിൽ തന്നെ ആക്രമിച്ചു, അയാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത.